ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. Activity 1. Listening comprehension. Listen to your teacher and put a tick mark against the correct sentence and cross mark against the wrong ones. ഇത് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി വായിച്ചു തരും. അതനുസരിച്ച് ഏതാണോ ശരിയായിട്ടുള്ള സെൻറ്റൻസിന് നേരെ ടിക്ക് മാർക്കും തെറ്റായിട്ടുള്ള സെൻറ്റൻസിന് നേരെ ക്രോസ് മാർക്കും ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 റീഡിംഗ് കംപ്രഷൻ ആണ്. ഇവിടെ താഴെ നിങ്ങൾക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് നിങ്ങളെടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറി നന്നായിട്ട് വായിക്കണം. ഈ ഒരു സ്റ്റോറിയിലാണ് നിങ്ങൾക്ക് താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉള്ളത്. നിങ്ങൾ ഈ കഥ വായിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഇറ്റ് വാസ് എ സണ്ണി ഡേ. ഇതൊരു വെയിലുള്ളൊരു ദിവസമായിരുന്നു. പ്രിൻസസ് ജൂലിയ വാസ് സ്വിമ്മിങ് ഇൻ ദി സീ. എന്താണ്? പ്രിൻസസ് ജൂലിയ എന്നുള്ള പ്രിൻസസ് രാജകുമാരി സ്വിമ്മിങ് ഇൻ ദി സീ, കടലിൽ സ്വിമ്മിങ് നീന്തുകയായിരുന്നു. ഹെർ ഡയമണ്ട് ക്രൗൺ വാസ് സ്പാർക്ലിംഗ് ഇൻ ദി സൺലൈറ്റ്. അവളുടെ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. സ്പാർക്ലിംഗ് ഇൻ ദി സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ഫിഷർമാൻ സോ ഹെർ ഫ്രം എ ഡിസ്റ്റൻസ്. ദൂരത്ത് നിന്ന് ഒരു ഫിഷർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മീൻപിടുത്തക്കാരന് അവളെ കണ്ടു. വാവ്, എ ബ്യൂട്ടിഫുൾ ക്രൗൺ, ഐ വാണ്ട് ദാറ്റ് ക്രൗൺ. അയാൾ പറയാണ്, എന്ത് ഭംഗിയുള്ള ക്രൗൺ ആണത്, എനിക്കത് വേണം. ഹീ തോട്ട്, അയാൾ ചിന്തിച്ചു. ദ ഫിഷർമാൻ റോഡ് ഹിസ് ബോട്ട് ടുവാർഡ്സ് ദി പ്രിൻസസ്. അങ്ങനെ പ്രിൻസസിൻ്റെ നേർക്ക് ഈ ഫിഷർമാൻ അയാളുടെ ബോട്ട് വേഗം തിരിച്ചു. ജൂലിയ സോ ദി ബോട്ട് കമ്മിങ് ടുവാർഡ്സ് ഹെർ. ജൂലിയ അങ്ങനെ അവൾക്ക് നേരെ ഒരു ബോട്ട് വരുന്നത് കണ്ടു. ഷീ സ്റ്റാർട്ടഡ് സ്വിമ്മിങ് ബാക്ക് ഹോം. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് നീന്താൻ തുടങ്ങി. ബട്ട് ദി ഫിഷർമാൻ ത്രൂ എ നെറ്റ് ഓവർ ഹെർ. പക്ഷെങ്കിൽ മീൻപിടുത്തക്കാരന് ഒരു വല അവൾക്ക് നേരെ എറിഞ്ഞു. നെറ്റ് ഫെൽ ഓൺ ജൂലിയ ആൻഡ് ഷീ വാസ് ട്രാപ്ഡ്. അങ്ങനെ നെറ്റ്, ഈ ഒരു വല ജൂലിയൻ്റെ നേരെ വീണിട്ട് അവൾ കുടുങ്ങിപ്പോയി. ട്രാപ്ഡ്, കുടുങ്ങിപ്പോയി. ഹെൽപ്പ് മീ ഷീ ക്രൈഡ്. അങ്ങനെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങി. എ ഷാർക്ക് ഹിയർഡ് ഹെർ ക്രൈ ആൻഡ് കെയിം ടു ഹെൽപ്പ് ജൂലിയ. അങ്ങനെ ഒരു ഷാർക്ക് അവളുടെ കരച്ചിൽ കേട്ടിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി വന്നു. ദി ഷാർക്ക് ഓപ്പൺഡ് ഹിറ്റ്സ് മൗത്ത് ആൻഡ് ഫോളോഡ് ദി ബോട്ട്. ഷാർക്ക് അതിൻ്റെ വായ തുറന്നുകൊണ്ട് ബോട്ടിന് നേരെ തിരിഞ്ഞു. ദ ഫിഷർമാൻ ട്രംബിൾഡ് വിത്ത് ഫിയർ. അങ്ങനെ ഫിഷർമാന് എന്താണ്, പേടിച്ച് വിറച്ചു. ഹി ലെറ്റ് ജൂലിയ ഗോ എവേ ആൻഡ് എസ്കേപ്ഡ് ഫ്രം ദെയർ. എന്താണ്, ജൂലിയയെ അവന് വെറുതെ വിട്ട് അവൻ ആ സ്ഥലത്ത് നിന്ന് എസ്കേപ്ഡ്, രക്ഷപ്പെടുകയും ചെയ്തു. ജൂലിയ ബിക്കെയിം ഹാപ്പി. ജൂലിയ സന്തോഷവതിയായി. ഷീ താങ്ക്ഡ് ദി ഷാർക്ക്. അങ്ങനെ അവൾ ഷാർക്കിനോട് നന്ദിയൊക്കെ പറഞ്ഞു, എന്നെ സഹായിച്ചതിന് നന്ദിയൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പ്രിൻസസ് ജൂലിയ വാസ്. പ്രിൻസസ് എന്തെടുക്കുകയായിരുന്നു? നമ്മുടെ കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലേതാണെന്ന് നിങ്ങൾ പറയണം. പ്ലേയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവളുടെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയായിരുന്നു. ബി സ്വിമ്മിങ് ഇൻ ദി സീ. കടലിൽ നീന്തുകയായിരുന്നു. സി സ്ലീപ്പിംഗ് ഓൺ ദ ബെഡ്. ബെഡിൽ ഉറങ്ങുകയായിരുന്നു. ഡാൻസിങ് ഇൻ ദി പാലസ്. കൊട്ടാരത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ഇതിലേതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി സ്വിമ്മിങ് ഇൻ ദി സീ. എന്തായിരുന്നു അവൾ? ജൂലിയ കടലിൽ നീന്തുകയായിരുന്നു. സോ കറക്റ്റ് ആൻസർ സ്വിമ്മിങ് ഇൻ ദി സീ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ ഫിഷർമാൻ ട്രാപ്ഡ് ജൂലിയ. എങ്ങനെയാണ് ഫിഷർമാൻ ജൂലിയെ കുടുക്കിയത്? യൂസിങ് എ സ്റ്റിക്ക്, വടി കൊണ്ട്. യൂസിങ് എ നൈഫ്, കത്തി കൊണ്ട്. യൂസിങ് എ നെറ്റ്, വല കൊണ്ട്. യൂസിങ് എ ഹുക്ക്, ഒരു ഹുക്ക് കൊണ്ട്. എന്താണ് ഉത്തരം? യൂസിങ് എ നെറ്റ്. നെറ്റ് അല്ലേ അവളുടെ മേലേക്ക് എറിഞ്ഞത്. സോ ജൂലിയനെ ഫിഷർമാൻ ട്രാപ്പ് ചെയ്തത് യൂസിങ് എ നെറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഈ തേർഡ് ക്വസ്റ്റ്യൻ,
വൈ ഡിഡ് ദ ഫിഷർമാൻ ബിക്കെയിം അഫ്രേഡ്? എന്തുകൊണ്ടാണ് ഫിഷർമാൻ പേടിച്ചത്? ഓപ്ഷൻ എ, ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്. ഒരു ഷാർക്ക് അയാളുടെ ബോട്ടിനെ പിന്തുടർന്നു. ഹീ ലോസ്റ്റ് ദി നെറ്റ്. അയാൾക്ക് നെറ്റ് നഷ്ടപ്പെട്ടു. ഓപ്ഷൻ സി, ജൂലിയ ക്രൈഡ് ഫോർ ഹെൽപ്പ്. ജൂലിയ സഹായത്തിന് വേണ്ടി കരഞ്ഞു. ഡി, ഹീ സോ ദി ഡയമണ്ട് ക്രൗൺ. അയാൾ ഡയമണ്ട് ക്രൗണ് കണ്ടു. എന്തിനാ പേടിച്ചത്? പേടിച്ചത് ഷാർക്ക് അയാളെ പിന്തുടർന്നപ്പോഴാണല്ലേ. സോ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്. നമ്പർ 4, എ വേർഡ് ഇൻ ദ സ്റ്റോറി മീൻസ് ഷൈനിങ്. ഈ ഒരു സ്റ്റോറിയിൽ ഷൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിളങ്ങുക. ഈ ഒരു അർത്ഥം വരുന്ന ഒരു വാക്ക് ഈ ഒരു കഥയിലുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നീന്തുക ആണ്. സോ ഷൈനിങ് അല്ല. ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക. സോ സ്വിമ്മിങ്ങും ഷൈനിങ്ങും ഒരേ അർത്ഥമല്ല വരുന്നത്. സോ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി, കമ്മിങ് എന്ന് പറഞ്ഞാൽ വരിക എന്നല്ലേ. സോ അതും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി, സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞാലാണ് തിളങ്ങുക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ദി ഫിഷർമാൻ കോട്ട് ജൂലിയ ഫോർ ഗെറ്റിംഗ്. എന്തിനാണ് ജൂലിയ അയാൾ പിടിക്കുന്നത്? എ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണോ? ദി ഡയമണ്ട് ക്രൗണിന് വേണ്ടിയിട്ടാണോ? എ റിംഗ്, മോതിരത്തിന് വേണ്ടിയിട്ടാണോ? ദി നെറ്റ്, വലയ്ക്ക് വേണ്ടിയിട്ടാണോ? എന്തിനാണ്? ദി ഡയമണ്ട് ക്രൗണിന് വേണ്ടിയിട്ടാണ് അയാൾ ജൂലിയെ പിടിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദി നെക്സ്റ്റ് 4 ആക്ടിവിറ്റീസ്. അടുത്ത 4 ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 3 ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം. ഇവിടെ നിങ്ങൾക്കൊരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റോക്കി സേവ്ഡ് ദി ക്രോ ആൻഡ് ഹെർ ബേബീസ് ഫ്രം ദി റെയിൻ. റോക്കി ക്രോനെയും കാക്കയെയും അതിൻ്റെ ബേബീസിനെയും മഴയിൽ നിന്ന് രക്ഷിച്ചു. ദി നെക്സ്റ്റ് ഡേ റോക്കി വാസ് ലൈയിങ് അണ്ടർ ദി ട്രീ. അടുത്ത ദിവസം റോക്കി ഒരു മരത്തിൻ്റെ അടിയിൽ, അണ്ടർ ദ ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. ഹി വാസ് വെരി ഹംഗ്രി. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്. ഹി ഫെൽറ്റ് സാഡ്. അങ്ങനെ അവന് ഭയങ്കരമായിട്ട് വിശന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ദി ക്രോ സോ ദിസ്. ഇത് ആര് കണ്ടു? കാക്ക കണ്ടു. ഷീ കെയിം നിയർ റോക്കി വിത്ത് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ ഹിം. അങ്ങനെ അവൾ റോക്കിയുടെ അരികിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വന്നു. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ റോക്കി ആൻഡ് ക്രോ. ഇനി താഴെയുള്ള നിങ്ങൾക്ക് കോൺവെർസേഷൻ റോക്കിയും ക്രോയുമായിട്ടുള്ള കോൺവെർസേഷന് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ക്രോ തുടങ്ങുന്നുണ്ട് ഹലോ റോക്കി എന്ന് പറഞ്ഞിട്ട്. സോ ബാലൻസ് നമ്മൾ എഴുതി കംപ്ലീറ്റ് ആക്കാനുണ്ട്. സന്ദർഭം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. റോക്കി മരത്തിൻ്റെ ചുവട്ടിൽ വിശന്നിട്ട് കിടക്കുകയാണ്. ഇത് കാക്ക കണ്ടിട്ടുണ്ട്. കാക്ക കണ്ട് ഒരു ഗിഫ്റ്റുമായിട്ട് റോക്കിയുടെ അരികിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. ആ മഴയത്ത് കാക്കയുടെ കുഞ്ഞുങ്ങളെ റോക്കി രക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കോൺവെർസേഷൻ്റെ ഫസ്റ്റ് തന്നിട്ടുണ്ട് ഹലോ റോക്കി. സോ നമ്മൾ റോക്കി പറയുന്നതാണ് നെക്സ്റ്റ് എഴുതേണ്ടത്. നമുക്ക് ഹലോ ക്രോ എന്ന് എഴുതാം. എന്നിട്ട് ക്രോ ചോദിക്കുകയാണ്, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്? നീ എന്തിനാണ് ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം. ഇനി റോക്കി പറയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ റോക്കി വിഷമിച്ചിരിക്കുന്നത്? വിശന്നിട്ടാണല്ലേ. സോ റോക്കി പറയാണ്, ഐ ആം വെരി ഹംഗ്രി. ഞാൻ നല്ല വിശന്നിരിക്കുകയാണ്. ക്രോ പറയാണ്, ഡോണ്ട് വെറി, നീ വിഷമിക്കേണ്ട. ഐ ബ്രോഡ് യു സം ഫുഡ്. ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. റോക്കി, ഓ താങ്ക് യു സോ മച്ച്. നിനക്ക് ഒരുപാട് നന്ദി. ക്രോ, ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു യു. ഞാൻ നിന്നോടാണ് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത്. ബിക്കോസ് യു സേവ്ഡ് മീ ആൻഡ് മൈ ബേബീസ്. നീ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചു. റോക്കി പറയാണ്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീ എൻ്റെ നല്ലൊരു കൂട്ടുകാരനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്.
അടുത്തത് ആക്ടിവിറ്റി 4 നോക്കിക്കേ, റിഡിൽസ്. നമ്മൾ നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിൽ ബ്ലൂംസ് ആൻഡ് ബ്രീസിലെ ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ റിഡിൽസ് മേക്ക് ചെയ്തിരുന്നു അല്ലേ, റിഡിൽസ് ഉണ്ടാക്കിയും അതിന് ആൻസേഴ്സ് ഒക്കെ ചെയ്തിരുന്നു. അതുപോലത്തെ ഒരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹിയർ ആർ സം റിഡിൽസ് അബൌട്ട് ദി ക്യാരക്ടേഴ്സ് ഫ്രം ദി സ്റ്റോറീസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചില ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ചില റിഡിൽസ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദം, അത് ആരൊക്കെയാണെന്നാണ് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1ാമത്തെ റിഡിൽ വായിച്ചു നോക്കാം. ഇത് നിങ്ങളുടെ 2ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് 1ാമത്തെ റിഡിൽ വായിക്കാം. ഐ എം റിയലി പ്രെറ്റി, ഞാൻ നല്ല സുന്ദരിയാണ്. ഐ വിയർ എ ഡയമണ്ട് ക്രൗൺ, ഞാൻ ഡയമണ്ടിൻ്റെ ക്രൗണ് ധരിക്കുന്നുണ്ട്. ഐ ലിവ് ഇൻ എ ഗ്ലാസ് പാലസ് ഇൻ ദി സീ, ഞാൻ കടലിലെ ഒരു ഗ്ലാസ് പാലസിലാണ് താമസിക്കുന്നത്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആൻസർ ജൂലിയയാണ്. 2ാമത്തെ റിഡില് ഐ ലിവ് ഇൻ ദി സീ, ഞാൻ കടലിലാണ് താമസിക്കുന്നത്. ഐ ആം ദി ബിഗ്ഗസ്റ്റ് എനിമൽ ഇൻ ദ വേൾഡ്, വേൾഡിലെ ഏറ്റവും വലിയ എനിമലാണ് ഞാൻ. ഐ സ്റ്റോപ്ഡ് ദി മെൻ ഫ്രം പുട്ടിങ് വേസ്റ്റ് ഇൻ ദി സീ, ആൾക്കാർ കടലിൽ വേസ്റ്റ് വലിച്ചെറിയുന്നതിനെ തടഞ്ഞിട്ടുണ്ട്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആൻസർ ബ്ലൂ വെയിലാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2ാമത്തെ യൂണിറ്റിൽ 43ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 3ാമത്തെ റീഡിൽ ഹീ ചേസ്ഡ് ദി കാറ്റ്, ആ കാറ്റിനെ ഓടിപ്പിച്ചു. ഹീ ലൈക്സ് ബോൺ, എല്ലിഷ്ടമാണ്. ഹീ ക്യാൻ ബാർക്ക്, കുരയ്ക്കാൻ കഴിയും. ഹീ സേവ്ഡ് ദി മദർ ക്രോ, മദർ ക്രോനെ രക്ഷിച്ചു. ആരാണ്? ഹൂ ഈസ് ഹീ, അവൻ ആരാണ്? ആൻസർ റോക്കി എന്ന് പറഞ്ഞ ഡോഗാണ്. ഇനി അടുത്തത് 4ാമത്തത് ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് മദർ ക്രോ, റൈറ്റ് എ റിഡിൽ അബൌട്ട് ഹെർ. ഈ മദർ ക്രോനെ നോക്കിയിട്ട് ഇതിനെക്കുറിച്ചൊരു റിഡിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ചോദിച്ചേക്കാം. എങ്ങനെയൊരു റിഡിൽ മേക്ക് ചെയ്യാം, എങ്ങനെയൊരു റിഡിൽസിൻ്റെ ആൻസർ ചെയ്യാം എന്നൊക്കെ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ യൂണിറ്റ് ഡിസ്കസ് ആക്കിയപ്പോൾ, അതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ആക്കിയപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ വേണ്ടവർ സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് നോക്കിയാൽ, പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് മദർ ക്രോനെ കുറിച്ചൊരു റിഡിൽസ് മേക്ക് ചെയ്യാം. കാക്കയെ പറ്റിയാണ് റിഡിൽസ് ഉണ്ടാക്കേണ്ടത്. സോ നമുക്ക് എഴുതാം ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയും. ഐ ആം ബ്ലാക്ക് ഇൻ കളർ, എനിക്ക് കറുപ്പ് നിറമാണ്. ഐ ലിവ് ഇൻ നെസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ട്രീ, ഞാൻ മരത്തിൻ്റെ മുകളിൽ നെസ്റ്റിലാണ്, കൂട്ടിലാണ് താമസിക്കുന്നത്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ്, കൂടുതൽ വരികളെ എഴുതി ചേർക്കാനാണ്. ദി സ്റ്റാർഫിഷ്, ദി ഗോൾഡ് ഫിഷ് ആൻഡ് ദി ഡോൾഫിൻ വെൻറ്റ് ടു ദി ഗ്ലാസ് പാലസ് ഫോർ ജൂലിയാസ് ബർത്ത്ഡേ പാർട്ടി. ഇതും നിങ്ങളുടെ 2ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ജൂലിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് സ്റ്റാർഫിഷും ഗോൾഡ് ഫിഷും ഡോൾഫിനും ഗ്ലാസ് പാലസിലേക്ക് പോയി. ദേ മെറ്റ് ജൂലിയ ആൻഡ് ഹാൻഡഡ് ഓവർ ദി ഗിഫ്റ്റ്സ്, അവർ ജൂലിയെ കണ്ടു, അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുത്തു. ദി സ്റ്റാർഫിഷ് ബിഗെയിൻ ടു സിങ് എ സോങ്, അങ്ങനെ സ്റ്റാർഫിഷ് ഒരു പാട്ട് പാടാൻ തുടങ്ങി. അത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓ പ്രെറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐ ദി സ്റ്റാർഫിഷ് ഹിയർ ഗിവിങ് യു എ നൈസ് ഗിഫ്റ്റ്. ഇതാണ് സ്റ്റാർഫിഷ് പാടിയിട്ടുള്ള പാട്ട്. കംപ്ലീറ്റ് ദി സോങ് ബൈ ആഡിങ് മോർ ലൈൻസ്. ഇനി ഈ ഒരു സോങ് കൂടുതൽ ലൈൻസ് കൂട്ടിച്ചേർത്ത് നിങ്ങളോട് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 2 വരികൾ തന്നിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ വരി നോക്കിക്കേ, ഓ പ്രെറ്റി പ്രിൻസസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി 3ാമത്തെ വരിയും 4ാമത്തെ വരിയും നമ്മൾ എഴുതി ചേർക്കണം. നമുക്ക് എന്താണ് എഴുതേണ്ടത്? ആദ്യം നമുക്ക് ഒന്നുകൂടി നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ഐ ദി സ്റ്റാർഫിഷ് ഹിയർ ഗിവിങ് യു എ നൈസ് ഗിഫ്റ്റ് എന്നാണ്. ഞാൻ സ്റ്റാർഫിഷ് നിനക്ക് നല്ലൊരു നൈസ് ഗിഫ്റ്റ് തരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം 3 ആൾക്കാർ വന്നിട്ടുണ്ട്. സ്റ്റാർഫിഷ്, ഗോൾഡ് ഫിഷ്, ഡോൾഫിൻ. ഇനി നമുക്ക് അടുത്തത് ആരുടെ കാര്യം എഴുതാം? ഗോൾഡ് ഫിഷിൻ്റെ കാര്യം എഴുതാം. അവിടെ സ്റ്റാർ ഫിഷ് എന്നുള്ളിടത്ത് ഗോൾഡ് ഫിഷ് എന്നാക്കി ബാക്കി അതേപോലെ ലൈൻ എഴുതുക. ഐ ദി ഗോൾഡ് ഫിഷ് ഹിയർ എന്നായി. ഇനി 4ാമത്തെ വരി ഗിവിങ് യു എ നൈസ് എന്നുള്ളിടത്ത് നമുക്ക് വേറൊരു വാക്ക് കൊടുക്കാം. നൈസ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള എന്ന് പറയുന്ന വേറൊരു വാക്കാണ് എന്ത്? ബ്യൂട്ടിഫുൾ എന്ന്. സോ നമുക്ക് അവിടെ നൈസ് എന്നുള്ളത് മാറ്റി ബ്യൂട്ടിഫുൾ നമ്മുടെ വരി ഗിവിങ് യു എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്നായി. ഇനി നമുക്ക് അടുത്തത് നോക്കിക്കേ.
ഇനി വന്നത് ഡോൾഫിൻ ആയിരുന്നു. സോ സ്റ്റാർ ഫിഷ് എന്നുള്ളിടത്ത് ഡോൾഫിൻ ആക്കുക. ഐ ദി ഡോൾഫിൻ ഹിയർ ഗിവിങ് യു എ മറ്റൊരു വാക്ക് നൈസിൻ്റെ വേറൊരു വാക്ക് നല്ല രസമുള്ള എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറൊരു വാക്ക് എന്ത് കൊടുക്കാം? വണ്ടർഫുൾ ഗിഫ്റ്റ് എന്നാക്കാം. സോ നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ആക്ടിവിറ്റി. ആക്ടിവിറ്റി 6 ഗ്രീറ്റിംഗ് കാർഡ്. നിങ്ങളെടുത്ത് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എ ന്യൂ ഇയർ ഈസ് കമ്മിങ് ആഫ്റ്റർ ഡിസംബർ കഴിഞ്ഞിട്ട് ന്യൂ ഇയർ വരികയാണല്ലേ. പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ടു സെൻഡ് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അയക്കാൻ പറ്റിയ നല്ലൊരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കളർ ഇറ്റ് ബ്യൂട്ടിഫുള്ളി, നല്ലോണം നല്ല ഭംഗിയിൽ കളർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുമ്പോൾ കുറച്ച് സ്റ്റാർസും ബലൂൺസും ഒക്കെ വരച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ട് ചെയ്യുക. ഇവിടെ ഹാപ്പി ന്യൂ ഇയർ 2026 എന്ന് എഴുതിയിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്, വിഷിംഗ് യു ലോഡ്സ് ഓഫ് ഫൺ, ജോയ് ആൻഡ് ലവ് ദിസ് ന്യൂ ഇയർ. ലെറ്റ് സ്മൈൽ ആൻഡ് പ്ലേ ടുഗദർ ഓൾവേസ് വിത്ത് ലവ്. എന്നിട്ട് നിങ്ങളുടെ പേരും കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ വിഷിംഗ് എ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയിട്ട് വലിയതൊക്കെ ആക്കി എഴുതി നല്ല ബലൂൺസും കാര്യങ്ങളൊക്കെ ചെയ്ത് കളർഫുൾ ആയിട്ട് നിങ്ങളും ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.